പുതുവത്സര ദിനമാണ്. ഇന്നലത്തെ പുതുവത്സര രാവിലെ ആഘോഷങ്ങൾ അത് പല വിധത്തിൽ നടക്കാറുണ്ട്. പക്ഷേ പലരും ആഘോഷത്തിന്റെ പരിധി വിടുന്നു എന്നുള്ളതാണ്. പുതുവത്സര വീക്കിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ ഒരുപാട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. ഈ മദ്യമോ അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിച്ച ശേഷം ഉണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, ബോധപൂർവമല്ല എങ്കിൽ പോലും. പക്ഷേ അതൊരു ക്രിമിനൽ സ്വഭാവത്തിൻ്റെ ലക്ഷണം കൂടിയാണല്ലോ. തൃക്കരിപ്പൂരിലേക്കാണ്. അവിടെ ഒരു ഹോട്ടൽ തന്നെ അടിച്ചു തകർത്തു ഒരു സംഘം. അക്രമം നടത്തിയത് എങ്ങനെയാണ്? ആദ്യം ഒരു ഹോട്ടലിൽ എത്തി അവർ ബഹളം വെച്ചു, പോലീസ് കസ്റ്റഡിയിലെത്തു, വിട്ടയച്ച ശേഷം ഒരു കൂട്ടം ആളുകളുമായി എത്തി അവരുടെ അതിക്രമം. തൃക്കരിപ്പൂർ ടൗണിലെ പൊഗ്ഗോ എന്ന റെസ്റ്റോറൻറ്റ്, അവിടെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹോട്ടലിലെത്തിയ 4 പേര്, അവർ ഗ്രിൽ ചിക്കനും ഒപ്പം മന്തിയും ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഓർഡർ എടുത്ത വെയിറ്റർ പറയുന്നുണ്ട്, അല്പം താമസമുണ്ട് കേട്ടോ എന്ന്. 15 മിനിറ്റ് താമസമുണ്ടാകുമെന്ന് അറിയിച്ചു എന്നാണ് ജീവനക്കാരൻ പറയുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ യുവാക്കൾ ബഹളമുണ്ടാക്കി തുടങ്ങി. ആ വെയിറ്ററെ, ആ ഹോട്ടൽ ജീവനക്കാരനെ പിടിച്ച് അവർ മർദ്ദിച്ചു. സാധനങ്ങൾ തല്ലി തകർത്തു. പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ നിലത്തേക്ക് എറിഞ്ഞുടച്ചു. അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു കുറേ ആളുകൾ. ഈ അക്രമം കണ്ട് അവർ ഭയപ്പെട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി. ഈ 4 പേരും മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ ഹോട്ടൽ ഉടമ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ആൾജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. സമയം കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ട ശേഷം 12:45 കൂടുതൽ ആളുകളുമായി ആ ഹോട്ടലിലേക്ക് അവരെത്തുകയാണ്. ആ ഹോട്ടലിലെ CCTVയിൽ കാണാം ദൃശ്യങ്ങൾ മുഴുവൻ. ചാടി ഒരു വാതിലൊക്കെ ചവിട്ടത് കണ്ടോ ആ ആക്രമികളുള്ളവരാണ്. അവിടുത്തെ ചില്ലുകൾ ഹോട്ടലിൻ്റെ അതൊക്കെ അടിച്ച് തകർത്തിരുന്നു. ഹോട്ടലിൻ്റെ ശുചിമുറി തകർത്തു, വാതിലുകൾ തകർത്തു. പുറത്ത് നിർത്തിയിട്ടിരുന്ന ഡെലിവറി വാഹനങ്ങളുണ്ട്, ബൈക്കുകൾ, ആ വാഹനങ്ങളും തകർത്തു. യുവാക്കളുടെ മർദ്ദനത്തിൽ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഹോട്ടൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു ജീവനക്കാരൻ്റെ മൂക്കിനാണ് സാരമായി പരിക്കേറ്റത്. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ട് അതിൻ്റെ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. വടി, കമ്പിപ്പാര ഒക്കെ ആയിട്ട് വന്നായിരുന്നു ആ കൊടിയാക്രമണം. ആ ഹോട്ടൽ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അറിയാൻ കഴിയും എത്രമാത്രം ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ യുവാക്കൾ മദ്യലഹരിയിൽ ചെയ്തു കൂട്ടിയത് എന്ന്.
കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് ചന്ദന പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. പയ്യന്നൂർ സ്വദേശികളായ യുവാക്കളാണ് ഇത്തരമൊരു അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാവരെയും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അകത്ത് കയറി ബാത്റൂമിൻ്റെ ഡോറുകൾ ഉൾപ്പെടെ തല്ലിപ്പൊളിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളെ മർദ്ദിക്കുകയും അതിലൊരാൾക്ക് മൂക്കിന് മാരകമായ വടികൊണ്ട് മുറിവേറ്റിട്ടുണ്ട്, ഒരാളുടെ തലയിൽ മുറിവേറ്റിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർ ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറോളം ഈ ഒരു കലാപരിപാടികൾ താണ്ഡവമാണ് ഇവിടെ കിടന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വസ്തയോടുകൂടി ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകൾ എങ്ങനെയാണ് 1/2 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയതെന്ന് ഞങ്ങൾക്കിന്നും മനസ്സിലാകുന്നില്ല. ഈ 1/2 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ ഇവിടെ വന്ന് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഹോട്ടൽ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായത്? അപ്പം ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തേണ്ടത്? അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തെങ്കിൽ സംഘടന തുടർ പരിപാടികൾ പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും പ്രതികളെ വെറുതെ വിടാൻ സംഘടന സമ്മതിക്കില്ല. കാരണം ഇതൊരു മാതൃകയാകണം. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഹോട്ടൽ എന്ന് ഈ കള്ളുകുടിയന്മാർ മനസ്സിലാക്കേണ്ടത് കൂടി ഈ ഒരു അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഹോട്ടൽ എന്നല്ല, എവിടെയും അതിക്രമം കാട്ടുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യമില്ല. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉടൻ തന്നെ എങ്ങനെ ഇവരെ വിട്ടയച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. പുതുവത്സരമായിരുന്നു. ആ പുതുവത്സരത്തിലാണ് ആ ഹോട്ടൽ അത്തരത്തിൽ അടിച്ചു തകർത്തത് ആ ആക്രമിയാണ്.